പറമ്പിക്കുളത്തെ ദേശീയ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ആദിവാസി മേഖലയാക്കി വളർത്തുമെന്ന് കേരള നിയമസഭാ പട്ടികജാതി പട്ടികവർഗക്ഷേമ സമിതി ചെയർപേഴ്സൺ കെ ശാന്തകുമാരി എം.എൽ.എ. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച കേരള നിയമസഭാ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതി പറമ്പിക്കുളം ആനപ്പാടിയിലെ വനംവകുപ്പ് ഇൻഫർമേഷൻ സെന്ററിൽ നടത്തിയ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. എല്ലാ മേഖലയിലും പട്ടികവർഗ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നും ഇതിനായി ഉദ്യോഗസ്ഥർ പ്രയത്നിക്കണമെന്നും പറഞ്ഞു. ഉന്നതികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞു. ഇതിനായി ഉന്നതികൾ കേന്ദ്രീകരിച്ച് ജനകീയ സമിതി രൂപീകരിക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു. 6 ഉന്നതികളിലായി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദിവാസികൾ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും തേൻ, കുന്തിരിക്കം, കൂവപ്പൊടി തുടങ്ങി വിവിധ സാമഗ്രികളും ഇക്കോ ഷോപ്പുകൾ വഴി വിൽപ്പന നടത്തുന്നതിലൂടെ ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തനത് ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മീൻപിടുത്തക്കാരായ പട്ടികവർഗക്കാരെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം അനുവദിക്കാനുള്ള നടപടിയുണ്ടാവുമെന്നും യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജൈവ കുരുമുളക് കൃഷിയുള്ള മേഖല പറമ്പിക്കുളത്തെ പൂപ്പാറയാണെന്നും 2023 സംസ്ഥാനത്തെ ജൈവകൃഷിക്കുള്ള അവാർഡ് പൂപ്പാറ ഉന്നതിയിലുള്ള കുരുമുളക് കൃഷിക്ക് ലഭ്യമായെന്നും കൃഷിവകുപ്പ് അറിയിച്ചു. കുരുമുളകിന് പുറമെ ജാതി, തെങ്ങ്, കവുങ്ങ് കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അടയ്ക്ക വിൽപ്പനയ്ക്കായി കർഷകർ സ്വന്തമായി വിൽപ്പന സാധ്യത അന്വേഷിച്ചാണ് വിൽപ്പന നടത്തുന്നതെന്നും ഇത് കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. പൂപ്പാറ കുരുമുളക് കേരള അഗ്രോ ബ്രാൻഡിംഗിൽ കൊണ്ടുവരണമെന്നും യോഗത്തിൽ കൃഷി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. പറമ്പിക്കുളം മേഖലയിൽ കച്ചിത്തോട് ഉന്നതിയിൽ മാത്രമാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുള്ളതെന്നും ഇവരെ ബോധവൽക്കരിച്ച് സ്കൂളിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ പറമ്പിക്കുളത്ത് ഫീൽഡ് വിസിറ്റിന് ഉൾപ്പെടെ വാഹനമില്ലാത്ത സാഹചര്യമുണ്ടെന്നും അട്ടപ്പാടിയിലേതുപോലെ പ്രത്യേക സ്റ്റാഫ് അലവൻസ് അനുവദിക്കാത്തത് സ്റ്റാഫുകളുടെ അഭാവത്തിന് കാരണമാവുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കെ ബാബു എം.എൽ.എയുടെ ഇടപെടലിൽ വാഹനം വാങ്ങി നൽകാമെന്നും സ്പെഷ്യൽ അലവൻസിന്റെ കാര്യം സർക്കാരിൽ പ്രത്യേക നിർദ്ദേശം ചെയ്യുമെന്നും യോഗം തീരുമാനിച്ചു. തേക്കടി, തൂണക്കടവ് എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പിന് സബ് സെന്റർ ആവശ്യമുണ്ടെന്നും അതിന് പഞ്ചായത്ത് ഇടപെട്ട ഫണ്ട് അനുവദിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ, പി സുമോദ് എം.എൽ.എ, കെ ബാബു എം.എൽ.എ, പറമ്പിക്കുളം ടൈഗർ റിസർവ്ഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സുജിത്, നിയമസഭാ സമിതി അണ്ടർ സെക്രട്ടറി വി.ഒ. അജിത് കുമാർ, കുരിയാർകുറ്റി ഊരുമൂപ്പൻ ഗോപാലകൃഷ്ണൻ, പറമ്പിക്കുളം പൂപ്പാറ ഊരുമൂപ്പൻ മല്ലിയപ്പൻ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.